നമ്മളെ ഇന്നത്തെ കുഞ്ഞു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കണ്ടിട്ട് എല്ലാവരും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. എന്തെങ്കിലും അഭിപ്രായം കണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. പിന്നെ ഇന്ന് നമ്മളൊരു കല്യാണത്തിന് പോയ ഒരു കുഞ്ഞു വീഡിയോ, പിന്നെ നമ്മളെ വീട്ടിലുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇന്നത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ 4-3 ദിവസമൊക്കെ കൂടുമ്പോൾ ഓരോ വീഡിയോ ഇടണുള്ളൂ. അപ്പോൾ ഇടുന്ന സമയത്ത് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കണം കേട്ടോ. ഇത് ഞാൻ മാവേലിയിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. നോട്ട് ബുക്ക് 30 രൂപ ഇതിനായിട്ടുള്ളൂ കേട്ടോ. നല്ല വലിയ നോട്ട് ബുക്കാണ് കേട്ടോ. നല്ല വൃത്തിയുള്ള ഏടൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ കുട്ടികൾക്ക് ഇതൊരു 10 എണ്ണം വാങ്ങിയിട്ടുണ്ട്, 2 ആൾക്കും കൂടിയിട്ട്. കണ്ടോ, ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ നല്ല വില ഉണ്ട് കേട്ടോ ഈ നോട്ട് ബുക്കിന്. ഇത് മാവേലിയിൽ നിന്നായതുകൊണ്ട് 30 രൂപ ഉള്ളൂ. നല്ല കട്ടിയാണ് കേട്ടോ, അത്യാവശ്യം നല്ല കട്ടിയുണ്ട് കേട്ടോ. നമ്മൾ വിചാരിക്കും അവിടെയൊക്കെ നല്ല വില കൂടുതലാണെന്നൊക്കെ വിചാരിക്കട്ടെ. ഞാൻ അന്നേരം മാവേലിക്ക് സാധനങ്ങൾ വാങ്ങാൻ പോയപ്പോൾ അവിടെ ഇങ്ങനെ പുറത്ത് വെച്ചിട്ട് കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. അതിൽ ഈ ചെറിയ നോട്ട് ബുക്ക് കണ്ടാൽ ചെറിയ നോട്ട് ബുക്ക് ഉണ്ട്. ഇത് അത്യാവശ്യം കട്ടിയുണ്ട് കേട്ടോ ചെറിയ നോട്ട് ബുക്ക്. ഇതിന് 15 രൂപ ഉള്ളൂ കേട്ടോ. ഇത് പുറത്തുനിന്ന് വാങ്ങുകയാണെങ്കിൽ 25 രൂപ ഒക്കെ ഉണ്ടാവും. നമുക്കിവിടെ 15 രൂപയുടെ കിട്ടുന്ന ആ 100 പേജുള്ള കട്ടില്ലാത്ത നോട്ട് ബുക്കാണ് കേട്ടോ. അപ്പോൾ വാങ്ങുന്നുണ്ടെങ്കിൽ നോട്ട് ബുക്കൊക്കെ വാങ്ങുകയാണെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ അന്വേഷിച്ചിട്ട് വാങ്ങിയാൽ മതി കേട്ടോ. അപ്പോൾ രാവിലെ നമുക്ക് പത്തിരി ആയിരുന്നു കേട്ടോ. അപ്പോൾ പത്തിരി ഉരുളൻകിഴങ്ങിൻ്റെ കറിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനത് ഒന്ന് അടുക്കളയൊക്കെ അപ്പുറത്തേക്ക് ചോറിൻ്റെ വെള്ളം വെക്കാൻ വേണ്ടി പോയപ്പോൾ ചെറുതായിട്ടൊന്ന് കരിഞ്ഞിട്ട് ചെറുതായിട്ടിട്ടാ ഒന്ന് മാത്രം. അപ്പോൾ നമ്മളെ പത്തിരി ചൂടലൊക്കെ അതാ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഏറ്റവും എളുപ്പമുള്ള സംഭവമാണ് പത്തിരി, പിന്നെ നൂൽപുട്ട് ഒക്കെ കേട്ടോ. കറി നമ്മൾ പിന്നെ കുക്കറിൽ ഇങ്ങനെ ഇതാക്കണ കാരണം കറി പെട്ടെന്നാവുമല്ലോ. ഉള്ളിക്കറി ആണെങ്കിലും ഉരുളക്കിഴങ്ങ് കറി ആണെങ്കിലും ഒക്കെ കുക്കറിലിട്ട് ഉണ്ടാക്കുക. അപ്പോൾ അതൊക്കെ അവിടെ സെറ്റായിട്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല നോട്ട് ബുക്കിൻ്റെ കാര്യം, അത് നല്ല ലാഭമാണ് കേട്ടോ നോട്ട് ബുക്ക് അങ്ങനെ വാങ്ങണത്. മാവേലിയിൽ അങ്ങനെ നമ്മളിപ്പോൾ കുറേ ഒരു 4 മക്കളൊക്കെ സ്കൂളിലൊക്കെ പഠിക്കണ ഉണ്ടെങ്കിൽ എത്ര നോട്ട് ബുക്ക് വേണം അല്ലേ. അപ്പോൾ കടയിൽ നിന്നൊക്കെ നമ്മൾ കുറച്ച് കൂടുതൽ നല്ല പൈസ ഉണ്ട് കേട്ടോ കടയിലൊക്കെ നോട്ട് ബുക്കൊക്കെ വാങ്ങുമ്പോൾ. മാവേലിയിൽ ഇങ്ങനെയൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് നല്ല കുറവായിട്ടില്ല കിട്ടുക. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നിന്നല്ല നമ്മൾ വാങ്ങും. പിന്നെ ഹോൾസെയിലായിട്ടൊക്കെ ചിലരൊക്കെ അങ്ങനെയൊക്കെ വാങ്ങും കേട്ടോ. എനിക്കിപ്പോൾ എന്തായാലും ഈ നോട്ട് ബുക്ക് നല്ല ലാഭത്തിൽ തന്നെയാണ് കിട്ടിയത്. വലിയ നമ്മളെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അത്ര വലുപ്പമുണ്ട് നോട്ട് ബുക്ക്, പക്ഷെ നല്ല വൃത്തിയുള്ള ഏടുകളും പിന്നെ അത്യാവശ്യം കട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് മുരിങ്ങൻ്റെ ഇല പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഉച്ചകൾക്ക് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ ഷാമോനായിട്ട് അതൊക്കെ പൊട്ടിച്ച് തന്നതൊക്കെ ഓനാകുമ്പോൾ ഓരോ ഇതളായിട്ട് ഓൻ ഇങ്ങനെ പൊട്ടിച്ച് തരും കേട്ടോ. ഞാൻ ആക്കിക്കോളാനിട്ട് ഓൻ ആക്കി തന്നതാണ് കേട്ടോ. കുഞ്ഞാറ്റക്ക് ആക്കെ മടിയാണ് കേട്ടോ, കുഞ്ഞാറ്റ അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് ഉച്ചക്ക് മുരിങ്ങൻ്റെ ഇല ഉപ്പേരി, സോയാബീൻ പൊരിച്ചതുണ്ടായിരുന്നു, മാന്തൾ പൊരിച്ചിട്ടുണ്ടായിരുന്നു, ഉണക്കമുളക് ഉണ്ടായിരുന്നു, പിന്നെ നമ്മൾ മാന്തൾ കറി കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഇതാ കുഞ്ഞാറ്റി ഷാമോനൊക്കെ ചോറ് തന്നെയാണ് കേട്ടോ. ഷാമോനക്ക് ഞാൻ വാരി കൊടുക്കുകയാണ്, കുഞ്ഞാറ്റ ഒറ്റയ്ക്ക് തിന്നുന്നുണ്ട്. ഷാമോനക്ക് അപ്പക്കെട്ടൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ ഞാൻ അവനക്ക് വാരി കൊടുക്കുക ചെയ്യാം. പിന്നെ ഞങ്ങൾക്ക് കൊച്ചിയിലൊരു കല്യാണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കല്യാണത്തിന് പോകുമ്പോഴുള്ള വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇത് ബോട്ടിലാണ് കേട്ടോ. നമ്മളിപ്പോൾ അവിടേക്ക് അവർ വീട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ ജെട്ടി കിടക്കണം കേട്ടോ. അപ്പോൾ ബോട്ടിൽ വേണം പോകാൻ. അപ്പോൾ ബോട്ടിൽ നിന്ന് എടുക്കാൻ നോക്കുമ്പോൾ ഒന്നും ക്ലിയർ ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ എടുത്തതാണ് കേട്ടോ. പിന്നെ കല്യാണം നല്ല സൂപ്പറായിരുന്നു കേട്ടോ. പക്ഷേ കൊച്ചിയിലൊക്കെ അവിടെയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ കല്യാണം പെണ്ണിൻ്റെ വീട്ടുകാർക്ക് നല്ല പൈസ കൂടുതലാണ് കേട്ടോ. ആണുങ്ങളുടെ വീട്ടുകാർക്ക് അത്ര ചിലവില്ല കേട്ടോ. ഒക്കെ പെണ്ണിൻ്റെ വീട്ടുകാരാണ് അവിടെ. ഇപ്പോൾ ആണിൻ്റെ വീട്ടുകാരുള്ള ഫുഡും കാര്യങ്ങളൊക്കെ പെണ്ണിൻ്റെ വീട്ടിലാണ് കേട്ടോ. അവർക്ക് ഉച്ചക്കത്തെ ഫുഡ് അതുകൊണ്ട് ഭയങ്കര തിരക്കാതിന് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കണോടത്തൊക്കെ ഭയങ്കര ഒരാളുടെ ബാക്കിൽ ഒരാളിങ്ങനെ വന്ന് നിൽക്കുക. അപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ പോലും പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കുഞ്ഞ് വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.